ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് നല്ലൊരു ലിവർ പെരട്ട് അല്ലാന്നുണ്ടെങ്കിൽ ലിവർ ഫ്രൈ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ലിവർ പെരട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 കിലോ അളവിൽ ലിവർ എടുത്തിട്ടുണ്ട്. മട്ടൻ്റെതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. മട്ടൺ അല്ലെങ്കിൽ ബീഫും അതുപോലെ തന്നെ ചിക്കനും നമുക്ക് ഇതേ സെയിം രീതിയിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് 2-3 വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് കഴുകി മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ 3-4 വെള്ളത്തിൽ ഞാനിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കഴുകി മാറ്റിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും കറിവേപ്പില ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി അല്ലിയാണ്. ഞാനിപ്പോൾ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ അതുപോലെ തന്നെ മീഡിയം സൈസിൽ ഒരു പീസ് അളവിൽ ഇഞ്ചിയും ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ചതച്ചതാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നിറയെ ചേർക്കാവുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത്, ഇതുപോലെ ഒരു 10 ചെറിയുള്ളി ഞാനിപ്പോൾ 2 കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ചെറിയുള്ളി ചേർക്കാം. കൂടെ മീഡിയം സൈസിൽ 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 1.5 സവാള മതിയാവും. നമ്മുടെ സവാളയും ചെറിയുള്ളി എല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് തുടങ്ങട്ടെ. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാള ഇല്ല നല്ല ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഒന്ന് വഴണ്ട് തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് ലിവർ ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, തീരെ ഫ്ലെയിം കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇത് മട്ടൺ ലിവർ വെച്ചിട്ട് മാത്രമല്ല, ബീഫിൻ്റെയും ചിക്കൻ്റെ ലിവറൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ സെയിം രീതിയിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഓരോ ലിവറിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ലിവറിലുള്ള ഏകദേശം വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ലിവറിലുണ്ടായിരുന്ന ഏകദേശം വെള്ളമെല്ലാം ഒന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലിവർ ഒന്ന് വെന്തിട്ടുമുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത്യാവശ്യം നല്ലതുപോലെ എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് പൊടിച്ചതും കൂടി. അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നിറയെ ചേർക്കാം. ഇനി വേണ്ടത് പെരിഞ്ചീരകം പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർക്കാവുന്നതാണ്. ഇത്രയും മസാലകളും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാ മസാലയും നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർക്കാം. 1/2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ ഒരു സമയം നമുക്കിതിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഓരോ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഈ ഗ്രേവി കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റി കിട്ടണം. മസാല മാത്രമായിട്ട് നമ്മുടെ ലിവറിൽ പിടിച്ചിരിക്കണം കേട്ടോ. അതുപോലെ വേണം നമ്മളൊന്ന് വരട്ടിയെടുക്കാനായിട്ട്. നമ്മളിതിപ്പോൾ ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ലിവറിലുണ്ടായിരുന്ന കംപ്ലീറ്റ് വെള്ളവും ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം ഇതൊന്ന് വരട്ടിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിലുള്ള ഏകദേശം കുറച്ച് വെള്ളം ഇങ്ങനെ ബാക്കിയില്ല. ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും ഒന്ന് വറ്റി നല്ലതുപോലെ മസാല നമ്മുടെ ലിവറിലൊന്ന് പിടിച്ച് കിട്ടണം. അതുപോലെ ഒന്ന് വരട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇതുപോലെ ഇതൊരു റോസ്റ്റ് പോലെയുള്ളത് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ്. അതല്ല നമുക്ക് കുറച്ചും കൂടി ഒന്ന് വരട്ടിയെടുത്ത് നല്ല ഫ്രൈ പോലെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് കൈയെടുക്കാതെ തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ചു വെക്കരുത്, എങ്കിൽ പിന്നെ അത് അടുക്കി പിടിക്കും. കാരണം ഇതിൽ വെള്ളം അധികം ഇല്ല. അതിൻ്റെ പേരിൽ ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്.
ഒരല്പസമയം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു രീതിക്ക് നമ്മുടെ ലിവർ ഒന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം കേട്ടോ ഇത് കിട്ടാനായിട്ട്. അതായത് കംപ്ലീറ്റ് മസാലയും നമ്മുടെ ഓരോ കഷ്ണത്തിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഒരുപാട് സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല വേറെ കഷ്ണങ്ങൾ വേറെ ആയിട്ട് പോകും. അങ്ങനെ വരാൻ പാടില്ല. മസാല ഇതുപോലെ ഒന്ന് നമ്മുടെ കഷ്ണങ്ങളിലെല്ലാം ഒന്ന് പുരണ്ടിങ്ങനെ നിൽക്കണം, അങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കണം. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ 2 പച്ചമുളകൊന്ന് അരിഞ്ഞെടുത്തതും കൂടി, ഇനി ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ പെരട്ട് അല്ലെങ്കിൽ ലിവർ ഫ്രൈ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ രുചികരമായിട്ടാണ് നമ്മുടെ ഈ ലിവർ പെരട്ട് നമുക്ക് കിട്ടുന്നത്. നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ്. വെറുതെയും കഴിക്കാനും സൂപ്പറാണ്. ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.